ഗെയ്സ് എനിക്കിന്ന് കേരള ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ ഒരു മോശം അനുഭവം ഉണ്ടായി. ഭയങ്കര മോശം അനുഭവം ഉണ്ടായി. ആൾക്കാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട അവസ്ഥയായിപ്പോയി. എൻ്റെ നാടാണ്. എൻ്റെ നാട്ടിൽ ഞാനിങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി ഞാൻ നോക്കുമ്പോൾ ഒരു ഓടയിൽ, മറ്റേ വേസ്റ്റ് ഓടയല്ല, വെള്ളം പോകാൻ, മഴവെള്ളം പോകാൻ ഉപയോഗിക്കുന്ന ഓടയിൽ, കുഴിയുള്ള ഓടയാണ്. ആ ഓടയിൽ ഒരു വണ്ടി, ഒരു ഓൾട്ടോ കാറ് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനവിടെ വണ്ടി നിർത്തി. ഒരുപാട് ആൾക്കാരൊന്നും അവിടെ ഇല്ല, ഒരു 5-6 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ വണ്ടി പൊക്കി വെക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല. അവിടെ മറ്റേ ഓടയിൽ മൊത്തം പുല്ലും ഒക്കെ ആയിട്ട് കിടക്കുവാണ്, കാടായിട്ട് കിടക്കുവാണ്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരാൾ പറഞ്ഞു, ബ്രോ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു നോക്കി, ചിലപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫയർഫോഴ്സിനെ എന്ത് ചെയ്തു, ഫയർഫോഴ്സിൻ്റെ ഓഫീസിൽ പോയി വിളിച്ചു. എൻ്റെ പ്രതീക്ഷ എന്താണ്, അവിടെ കുറച്ച് എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി, അവൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ എഴുതി വാങ്ങിയിട്ടായിരിക്കും അവർ വരുന്നതെന്ന്. പേരും നമ്പരും മാത്രം എഴുതിയിട്ട് അവർ വിത്തിൻ സെക്കൻഡ്സ് അവിടെ നിന്ന് ഇറങ്ങി. ഒരു 30 സെക്കൻഡ് 30 സെക്കൻഡ് സമയത്തുള്ള അവരുടെ ഇറങ്ങി. സത്യം, ഞാൻ തമാശയല്ല, ഞാൻ കള്ളം പറയുന്നല്ല. അവരെൻ്റെ കൂടെ ഇറങ്ങുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിരുന്നു, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. എന്തിനാണ്, കേരള ഫയർഫോഴ്സ് ഇത്രത്തോളം ആക്യുറേറ്റ് ആണെന്നും അവർ അത്രത്തോളം ഫാസ്റ്റ് ആണെന്നും എനിക്ക് ജനങ്ങളെ അറിയിക്കണം. എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് സംഭവിച്ചത് വളരെ മോശം അനുഭവങ്ങളാണ്. കേരള ഫയർഫോഴ്സിനെ കുറിച്ച് വാർത്താ പ്രൊപ്പഗണ്ടകൾ കൊണ്ട് മാത്രം ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വലിയ നെഗറ്റീവ് ഇമേജ് ഉണ്ട്. എന്താണെന്നറിയാവോ, അവർ എല്ലാം കഴിയുമ്പോഴാണ് റെസ്ക്യൂ ടീം എത്തുന്നത്. ഒരു വണ്ടിക്ക് തീ പിടിച്ചാൽ ആ വണ്ടി കത്തി നശിച്ചിട്ടേ അവർ എത്താറുള്ളൂ എന്ന് തുടങ്ങി ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതാണ് ഞാനും അവിടെ ചെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ വെറും 30 സെക്കൻഡ് കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെന്നോടൊപ്പം ഇറങ്ങി തിരിച്ചെങ്കിലും അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് അവരെന്നോടൊപ്പം നിന്നപ്പോൾ ഈ കാര്യം ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഞാൻ എടുത്ത വീഡിയോ ഒരു മൂർഖം പാമ്പിനെ പോലെ എന്നെ തിരിഞ്ഞു കടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആളപായമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു സാധാരണക്കാരനായ ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചത് നമ്മുടെ നാവായിക്കുളം ഗവൺമെന്റ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്. അതിലെ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇതായി ഇറങ്ങി വരുന്നത്. എൻ്റെ ഇവിടെ ഫയർഫോഴ്സിന്റെ ടീം അവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ എൻ്റെ സ്കൂട്ടറിന്റെ ബാക്കിലിരിക്കുന്ന പയ്യൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥൻ കാണുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥൻ കരുതിയത് ഞാൻ ഒരു ഫേക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെ വിളിച്ച് പറ്റിച്ചതെന്നാണ്. അങ്ങനെ കരുതാൻ കാരണം, ഞാൻ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. അവിടെ കൂടിയ ആൾക്കാരെ ഇരട്ടിക്കിരട്ടി ആളങ്ങ് കൂടി. റോഡല്ലേ, ഈ കൂടിയ ആൾക്കാരെല്ലാം കൂടി വണ്ടി അങ്ങ് പൊക്കിയെടുത്ത് റോഡിൽ വെച്ചു. എൻ്റെ ബാക്കിൽ ഉദ്യോഗസ്ഥരെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാൻ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യം, അതിലെ ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്നോടനെ എന്നോട് നന്നായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടന്റ് ഇടാൻ വേണ്ടിയാണോ ഞങ്ങളെ പൊട്ടന്മാരാക്കി ഇവിടെ വിളിച്ചു വരുത്തിയത്? ഞാൻ എൻ്റെ പൊന്ന് സാറേ അല്ല, ഞാൻ ഈ വഴിയിൽ നിന്ന് ആളിനെ സഹായിച്ചതാണ്. നിങ്ങളുടെ നന്മയെ പറ്റി പറയാനാണ് ഞാൻ നിങ്ങളെ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അവസാനം ഏകദേശം സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവിടെ കൂടിയ ആൾക്കാരെല്ലാം കൂടി ശ്രമിച്ചു. സാറിന് ഏകദേശം മനസ്സിലാക്കി അവസാനം ബൈക്കൊക്കെ പറഞ്ഞാണ് എന്നോട് പോയത്. പക്ഷേ സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഒരു കാരണം വെച്ചാൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ആ വഴിയിൽ നിന്ന് ആളിനെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. അവസാനം നിങ്ങളുടെ നന്മയെ ഞാൻ പുറത്തറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവസാനം എനിക്ക് പണി കിട്ടി. ഐ എം റിയലി സോറി.